ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഫയർമാൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം PSC കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസത്തിലധികം ആവാറായി. നമുക്കറിയാം, നമ്മുടെ എക്സൈസിൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് PSC എക്സാം കഴിഞ്ഞ് 2 മാസം കൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. കാരണം നമുക്ക് എക്സൈസിന് നമ്മുടെ ഫിസിക്കലിന് മുന്നോടിയായിട്ട് എൻഡൂറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫയർമാനും നമ്മുടെ ഫിസിക്കലിന് മുന്നോടിയായിട്ട് എൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫയർമാൻ്റെ ഷോർട്ട് ലിസ്റ്റും PSC പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആവാറായി. നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ഓരോ കാറ്റഗറിയിലുള്ളവരുടെ മാർക്കും കാര്യങ്ങളും അതുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഒരു മാർക്കും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ജസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മുടെ ഒരു PSCയുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കിട്ടിയ മാർക്ക് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ വളരെയധികം കുറഞ്ഞതായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാർക്കും കാര്യങ്ങളും പറയുന്നത് അങ്ങനെ അത്തരത്തിൽ ഓരോരുത്തർക്കും കിട്ടിയൊരു മാർക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമാവണം എന്നില്ല, കാരണം അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഒരു മാർക്ക് അവർക്ക് കിട്ടി. അതനുസരിച്ചിട്ട് അവർക്ക് മെസ്സേജ് വന്നത് എത്ര മാർക്കിനാണ് എന്നതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓപ്പൺ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 61.33 മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഓപ്പൺ കാറ്റഗറിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അടുത്ത നമ്മുടെ OBC നോക്കിക്കഴിഞ്ഞാൽ 58 മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ പറ്റുന്നത്. അടുത്ത നമ്മുടെ EWS നോക്കുകയാണെങ്കിൽ 54.5 മാർക്ക് അല്ലെങ്കിൽ 54.5 മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ EBT നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ EBT എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു EBT കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ ഒരു എക്സാം ഞാനും കൂടി എഴുതിയൊരു എക്സാമാണ്. അപ്പോൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് എനിക്കൊരു 57 മാർക്ക്, ആ ഒരു റേഞ്ചിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക്. അപ്പോൾ എനിക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അടുത്തത് നമ്മുടെ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 53 മാർക്കുള്ള SC കാറ്റഗറിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 53 മാർക്കാണ് ഇപ്പോൾ അവരുടെ മാർക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമാവണം എന്നില്ല, കാരണം അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു മാർക്കാണ് ഈ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെസ്സേജ് വന്ന എല്ലാവരും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ PSC ഒരു 100 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ PSC ഒരു 110 അല്ലെങ്കിൽ 120 ആൾക്കാർക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് വരുന്ന എല്ലാവരും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. എന്ന് വെച്ച് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് 100% നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെസ്സേജിൽ പറയുന്ന ഒരു തീയതി എന്ന് പറയുന്നത് 12-ാം തീയതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തവർ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് അപ്ലോഡ് ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് SSC, അതുപോലെ ആധാർ, അതുപോലെ നമ്മുടെ +2 അതൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നോൺ ക്രിമിനൽ ആണെങ്കിൽ അതിനൊരു കാലാവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റഡ് ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വളരെ പരിമിതമായിട്ട് ഉള്ള കുറച്ച് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും അത് ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങളുടെ മാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിലുള്ളവർ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത്തരത്തിൽ നമുക്ക് ഈ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എത്ര മാർക്ക് വരെ കുറയാനാണ് സാധ്യത എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മാർക്കും അതുപോലെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.